പഠനത്തിൽ മികവ് കാട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഒരു നാടിന്റെ വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ 1986 നവോദയ വിദ്യാലയങ്ങൾ രൂപീകൃതമായി. ഇന്ന് ഇന്ത്യ ഒട്ടാകെ 600-ൽ പരം വിദ്യാലയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേന്ദ്രഭരണ പ്രദേശമായ മാഹിയും ചേർത്ത് 15 വിദ്യാലയങ്ങളുണ്ട്. ഇവിടെ പഠനത്തോടൊപ്പം താമസം, ഭക്ഷണം, യൂണിഫോം, ഹോസ്റ്റൽ അവശ്യ സാധനങ്ങൾ ഇവ പൂർണ്ണമായി സൗജന്യമായി ലഭിക്കുന്നു. ഓരോ നവോദയ വിദ്യാലയങ്ങളും ചരിത്ര സ്മാരകങ്ങൾക്ക് തുല്യമാണ്. കാരണം ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ പ്രധാന കാലയളവിലെ സുഖങ്ങളും ദുഃഖങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ചാലിച്ച 100 കഥകൾ ഈ മതിൽക്കെട്ടുകൾക്ക് പറയാനാവും. ഇന്ന് ഈ വീഡിയോയിലൂടെ എറണാകുളം നവോദയ സ്കൂളിനെയാണ് പരിചയപ്പെടുത്തുന്നത്. വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് നേര്യമംഗലം എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്താണ്. 18 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ക്യാമ്പസിൽ കുട്ടിയുടെ പഠനത്തിനും മാനസിക ശാരീരിക ഉല്ലാസത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിലാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിൻസിപ്പൽ ശ്രീമതി സ്റ്റെല്ല ഹെപ്സി ബായും വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ജെനി ജോസും ഓഫീസ് സൂപ്രണ്ട് ശ്രീ സുനിൽ കെ വിയും അടങ്ങുന്നതാണ് എറണാകുളം നവോദയയുടെ ഭരണസിരാ കേന്ദ്രം. 35 വർഷങ്ങളായി ഈ സ്കൂളിന്റെ അക്കൗണ്ട്സ് കൃത്യതയോടെ നിർവഹിക്കുന്ന സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ശ്രീമതി സുനിതയും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ആധുനിക സൗകര്യങ്ങളുള്ള ഓഫീസും ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഉപരിയായ വിദ്യാഭ്യാസം നേടിയ അധ്യാപകരും എന്തിനും ഏതിനും സുസജ്ജരായ അനധ്യാപകരും ഈ സ്കൂളിന്റെ മുഖമുദ്രയാണ്. ഏറ്റവും മികച്ച അധ്യാപകർ പഠിപ്പിക്കുന്നത് കൊണ്ടാവണം ഈ സ്കൂൾ കഴിഞ്ഞ 20 വർഷത്തിലുപരിയായി ഇന്ത്യയിൽ ഏറ്റവും മികച്ച റിസൾട്ട് നൽകുന്ന സ്കൂളായി നിലനിൽക്കുന്നത്. മറ്റു സ്കൂളിൽ നിന്നും ഈ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത് ഈ സ്കൂളിന്റെ മെസ്സും അതിന്റെ സമയ നിബന്ധനയുമാണ്. ഇവിടെ കുട്ടികളും സ്റ്റാഫും കൃത്യസമയത്ത് കഴിക്കാനെത്തുകയും അനുവദിച്ച സമയത്ത് കഴിച്ചു പോവുകയും ചെയ്യുന്നു. ആയതിനാൽ കൃത്യമായി സമയം പാലിക്കാൻ കഴിയുന്നു. ഇനി മെസ്സിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. എറണാകുളം നവോദയയുടെ മെസ്സ് കഴിഞ്ഞ 35 വർഷങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു രുചിക്കൂട്ടിന്റെ രഹസ്യത്തിലാണ്. ആ രുചിക്കൂട്ടാണ് ഇവിടുത്തെ കുക്ക് ശ്രീ ഐസക്. ഈ സ്കൂൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഐസക് ഇവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ലീല ഐസക് മെസ് ഹെൽപ്പറായി കൂടെയുണ്ട്. ഇവർ ഒരു കുടുംബം പോലെ മെസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ഇവരെ ജോലിയിൽ സഹായിക്കുന്നതിന് സ്ത്രീകൾ മാത്രമാണ് കൂടെയുള്ളത്. ആദ്യ ഷിഫ്റ്റിലെ 4 സ്ത്രീകൾ രാവിലെ 5:30 ആകുമ്പോൾ എത്തും. തുടർന്ന് അവരുടെ ജോലിയിൽ വ്യാപൃതരാകും. ഒരു സ്ത്രീ 7:30 ആകുമ്പോൾ എത്തും. വൈകിട്ട് 4:30 വരെയാണ് അവരുടെ ജോലി. കിച്ചണിലെ പ്രധാന സഹായിയായി നിൽക്കുന്നതാണ് അവരുടെ കർത്തവ്യം. ഇനി മെസ്സിന്റെ സേവനങ്ങളിലേക്ക് കിടക്കാം. രാവിലെ 6:45 ആകുമ്പോൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റസ്കും കട്ടൻ കാപ്പിയും നൽകും. ഇതിനായി കുട്ടികൾ നിരനിരയായി മെസ്സിൽ വന്ന് വാങ്ങിക്കഴിച്ച് അസംബ്ലിക്ക് പോകും. ഏകദേശം 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാകും. പിന്നെ സ്ത്രീകൾ അത് പ്ലേറ്റിൽ നിറയ്ക്കുന്നതാണ് ഇവിടുത്തെ രീതി. ഉദാഹരണത്തിന് ബ്രെഡും കറിയും പ്ലേറ്റിൽ നിറയ്ക്കും, അല്ലെങ്കിൽ സാമ്പാറും ചമ്മന്തിയും പ്ലേറ്റിൽ നിറയ്ക്കും. ഇഡലി ആവശ്യത്തിന് നൽകും. ചായ അല്ലെങ്കിൽ ബൂസ്റ്റ് ഹാളിന്റെ നടുക്ക് എല്ലാവർക്കും എടുക്കാൻ പാകത്തിന് ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. അവരവരുടെ ഗ്ലാസ്സിലെടുത്ത ശേഷം ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങും. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ച ശേഷം ഭക്ഷണം കഴിച്ചു തുടങ്ങും. വീണ്ടും ആവശ്യമെങ്കിൽ കൗണ്ടറിൽ വന്ന് വാങ്ങിക്കും. വിളമ്പുന്നതിനും കുട്ടികളുടെ അച്ചടക്കം നിയന്ത്രിക്കുന്നതിനും ലീഡേഴ്സും ഹൗസ് മാസ്റ്റേഴ്സും ഡ്യൂട്ടി മാസ്റ്ററും അസോസിയേറ്റ് ഡ്യൂട്ടി മാസ്റ്ററും ഉണ്ടാവും. കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റുകൾ കുട്ടികൾ തന്നെ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം കൗണ്ടറിൽ തിരികെ ഏൽപ്പിക്കും. അതിനു മുൻപ് ലീഡേഴ്സ് പ്ലേറ്റുകൾ വൃത്തിയായി കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കും. കുട്ടികളും അധ്യാപകരും മടങ്ങിക്കഴിഞ്ഞാൽ മെസ്സിലെ സ്റ്റാഫുകൾ ഡൈനിങ് ഹാളും കൗണ്ടറും വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകിയ ശേഷം ഉച്ചഭക്ഷണത്തിനായുള്ള ജോലികളിൽ വ്യാപൃതരാകും. സമയം 12 മണിയാവുമ്പോൾ അടുത്ത ഷിഫ്റ്റിലെ 4 സ്ത്രീകൾ എത്തും. അവരും അവർക്കുള്ള ജോലികളിൽ വ്യാപൃതരാകും. ഉച്ചഭക്ഷണം തയ്യാറായി കഴിഞ്ഞാൽ അത് കുട്ടികളുടെ പ്ലേറ്റിലേക്ക് നിറയ്ക്കും. ചോറും അതിലൊഴിക്കുന്ന കറികളും ഒഴികെ ബാക്കിയുള്ള വിഭവങ്ങൾ സൂക്ഷ്മതയോടെ പ്ലേറ്റുകളിൽ നിറയ്ക്കും. പ്ലേറ്റുകൾ പരസ്പരം സ്പർശിക്കാതിരിക്കാൻ ഒന്നിനെതിരെ മറ്റൊന്നടുക്കി കൗണ്ടറിൽ നിരത്തും. ഇനി ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ്. കുട്ടികൾ നിരനിരയായി എത്തി പ്ലേറ്റുകൾ എടുത്ത് ആവശ്യത്തിന് ഭക്ഷണവുമായി അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. രാവിലെ കണ്ടതുപോലെ ഹൗസ് മാസ്റ്ററും ഡ്യൂട്ടി മാസ്റ്ററും അസോസിയേറ്റും ലീഡേഴ്സും സഹായിക്കാനുണ്ടാവും. ഓരോ ഭക്ഷണത്തിന് ശേഷവും ടേബിൾ ക്ലീനിംഗ് ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നവർ സ്പ്രേ ബോട്ടിലും വൈപ്പറും ഉപയോഗിച്ച് ടേബിളുകൾ വൃത്തിയാക്കി സ്കൂളിലേക്ക് മടങ്ങും. പിന്നെ ഉച്ചയ്ക്ക് 2:30 ആകുമ്പോൾ 5:30 രാവിലെ എത്തിയ സ്ത്രീകൾ അവരുടെ മുഴുവൻ ക്ലീനിങ്ങിന് ശേഷം മടങ്ങും. ഇനി ചായയുടെ സമയമാണ്. സ്നാക്സ് നൽകുകയോ പ്ലേറ്റിൽ നിറച്ചു വെക്കുകയോ ചെയ്യും. ചായ നടുക്ക് കോമണായി വെച്ചിട്ടുണ്ടാവും. ഇവ കഴിച്ച ശേഷം പ്ലേറ്റും ഗ്ലാസും വൃത്തിയാക്കി കുട്ടികൾ മടങ്ങും. കുട്ടികൾ പോയാൽ സ്ത്രീകൾ മെസ് ഹാൾ തൂത്തുവാരി തുടച്ച് ക്ലീൻ ചെയ്യും. പ്രധാന ജോലികൾ കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സമയത്തിനനുസരിച്ച് സ്ത്രീകൾ മെസ്സിന്റെ പരിസരം വൃത്തിയാക്കും. മെസ്സിന്റെ പരിസരം എപ്പോഴും വൃത്തിയായിരിക്കണമെന്നത് എറണാകുളം നവോദയയുടെ പ്രധാന നിർബന്ധങ്ങളിലൊന്നാണ്. ഇനി അവർ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങും. പച്ചക്കറിത്തോട്ടത്തിന് വേണ്ട അത്യാവശ്യ പരിചരണങ്ങൾ നൽകി കൃഷിത്തോട്ടത്തിൽ നിന്നും പാകമായ പച്ചക്കറികൾ ശേഖരിച്ച് തൂക്കി അത് കിച്ചണിൽ ഏൽപ്പിക്കും. പിന്നെ സ്വയം വൃത്തിയായ ശേഷം കിച്ചണിലെത്തി പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ അടുപ്പിക്കും.
വൈകിട്ട് 6:30 ആകുമ്പോൾ ഡിന്നർ ഭക്ഷണം പ്ലേറ്റുകളിൽ നിറയ്ക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് ചപ്പാത്തിയും കറിയും പ്ലേറ്റിൽ നിറച്ച് കൗണ്ടറിൽ അടുക്കി വയ്ക്കും. ചോറും രസവും ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. ആവശ്യത്തിനെടുത്ത് കഴിച്ച ശേഷം പ്ലേറ്റ് കഴുകി വൃത്തിയാക്കി തിരിച്ചേൽപ്പിച്ച് മടങ്ങും. ഇനി സ്ത്രീകൾ അവസാനവട്ട ജോലിയിലേക്ക് കടക്കും. മെസ് ഹാളും വാഷിംഗ് ഏരിയയും വൃത്തിയാക്കി രാത്രിയിൽ ഉപയോഗിച്ച മുഴുവൻ പാത്രങ്ങളും കഴുകി കിച്ചൺ പൂർണ്ണമായും വൃത്തിയാക്കിയ ശേഷം രാത്രി 9:30 കുക്ക് കിച്ചൺ അടച്ചു മടങ്ങും. ഇതാണ് എറണാകുളം നവോദയ മെസ്സിന്റെ ഒരു ദിവസത്തെ പ്രവർത്തനം. സ്ത്രീകളുടെ ഷിഫ്റ്റ് മാറി മാറി വരും. ഉദാഹരണത്തിന് ഈ ആഴ്ച രാവിലെ കയറുന്നവർ അടുത്ത ആഴ്ച ഉച്ചയ്ക്ക് കയറിയാൽ മതി. അതിനാൽ ആർക്കും ജോലിയിൽ പരാതി ഉണ്ടാവില്ല. അതിങ്ങനെ ഭൂമി കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി ഏറ്റവും പ്രധാന ജോലി ആഴ്ചകളിൽ പാലിച്ചു പോരുന്ന വീക്കിലി ടോട്ടൽ ക്ലീനിംഗ് ആണ്. ശനിയാഴ്ച രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോൾ തന്നെ എല്ലാ പ്രധാന ഭാഗങ്ങളിലും ബ്ലീച്ചിങ് പൗഡർ തേച്ച് പിടിപ്പിക്കും. ഞായറാഴ്ച കിച്ചൺ, മെസ് ഹാള് തുടങ്ങിയ സ്ഥലങ്ങളിലെ വാൾസും ഫ്ലോർസും ടൈൽസും നന്നായി വൃത്തിയാക്കി തേച്ചുരച്ച് കഴുകും. എല്ലാ കിച്ചൺ ഉപകരണങ്ങളും, ഉദാഹരണത്തിന് ഗ്രൈൻഡർ, കട്ടിംഗ് മെഷീൻ, മറ്റു മെഷീനുകളെല്ലാം വൃത്തിയാക്കും. ഇതേ സമയം കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ബാച്ച് കുട്ടികൾ ഉപയോഗിക്കുന്ന മുഴുവൻ പാത്രങ്ങളും സ്നാക്സ് പാത്രങ്ങളും സോപ്പ് ഓയിൽ ഉപയോഗിച്ച് പൂർണ്ണമായും വൃത്തിയാക്കും. ലീഡേഴ്സ് ഈ കഴുകിയ പാത്രങ്ങൾ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തും. ഇങ്ങനെ തുടർന്നു പോരുന്നു എറണാകുളം നവോദയ സ്കൂളിന്റെ മെസ്സ്. ഈ വീഡിയോ കാണുന്നതിലൂടെ ഞങ്ങളെ അറിയാൻ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.